ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന ആലോചിക്കുമ്പോ പേടിയാവുക. ഈ അവസ്ഥ അത്രയും ദൂരത്താൻ ഞാൻ അനുവദിക്കില്ല. അതിനുള്ളിൽ തന്നെ ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. പാവം കാർത്തിക, ഒരുപാട് ഹേർട്ടായി അവൾക്ക്. എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടാൽ മനസ്സ് പിന്നെ ഹേർട്ടാവാതിരിക്കോ? ഇന്നിനി എത്ര ദേഷ്യത്തിലാണെങ്കിലും നാളെ അത് ശരിയായിക്കോളും. താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമ്മുടെ വീടിന്റെ അവസ്ഥ ഇങ്ങനെയായി മാറി. ആനന്ദിനെ കിട്ടിയ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് വിചാരിച്ചു. പക്ഷെ ദാമോദരനെ കാണാനില്ല. ശരിക്കുള്ള ക്രിമിനൽ അവൻ തന്നെയാ. ആ ദാമോദരനെ കിട്ടിയതുകൊണ്ട് മാത്രം കേസ് സോൾവ് ആവില്ല. ദാമോദരനെ ഒരുപാട് നാളായിട്ട് അറിയാമെന്ന് ആനന്ദല്ലേ പറഞ്ഞത്? നന്നായി അറിയാമായിരുന്നിട്ടും പിന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യാൻ പറ്റുന്ന വിശ്വാസവഞ്ചന കാണിക്കോ? അത് സിമ്പിൾ അല്ലേ? വിശ്വാസവഞ്ചന വിശ്വസിച്ച ആളോടല്ലേ ചെയ്യാൻ പറ്റൂ. പാവം ആനന്ദിന്റെ മനസ്സ് തകർന്നിരിക്കുക. ഒരു ഭാഗത്ത് അമ്മയും മറുഭാഗത്ത് ഈ കേസും. എന്താ നടക്കാൻ പോകുന്നെന്ന് ആലോചിച്ച് പേടിച്ചു കഴിയുക. ഞാനും താനും ഉള്ളപ്പോ ആനന്ദിന് ഒന്നും സംഭവിക്കില്ല. ആനന്ദ് കൂട്ടുകെട്ട് കാരണം കുറച്ച് മോശമായെന്നല്ലാതെ ബേസിക്കലി അവനൊരു നല്ല പയ്യനാ. വൈഷ്ണവി വളരെ പാവമാണ്. ആ കുടുംബത്തിന് നമ്മൾ തീർച്ചയായും ഹെൽപ്പ് ചെയ്യണം. സുമിത്ര മാഡത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. അതുകൊണ്ട് ഏട്ടാ, ആ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തത്. എനിക്ക് തോന്നുന്നു ദാമോദരന്റെ പിന്നിലും ആരോ ഒരാളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് വസുന്ധര. ദാമോദരന്റെ പുറകിൽ നിന്നാണ് അവൻ കളിക്കുന്നത്. അതാരാണെന്ന് ഉറപ്പായും കണ്ടുപിടിച്ചേ പറ്റൂ. ദാമോദരനെ കണ്ടുപിടിച്ച അതിന്റെ പിന്നിലുള്ള ആളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആനന്ദിനെ കിട്ടിയതുപോലെ നമുക്ക് ആ ദാമോദരനെയും കിട്ടും. അഖിൽ, സോറി അഖിൽ. നിന്റെ കള്ള സോറിയൊന്നും എനിക്ക് ആവശ്യമില്ല. പോ ഇവിടുന്ന്. തെറ്റ് നീ ചെയ്തിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നോ? നീ ഇനി ഇവിടെ നിന്നാ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് എന്നെ അറിയില്ല. ഞാൻ അത്ര വലിയ തെറ്റ് എന്താ ചെയ്തേ? നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ? ഞാൻ സോറി പറഞ്ഞില്ലേ? ഗോ ടു ഹെൽ. അഖിൽ, കണ്ടില്ലേ ആന്റി, ഞാൻ സോറി പറഞ്ഞിട്ടും അവൻ മിണ്ടാതെ പോയത് കണ്ടില്ലേ? അവനാണല്ലേടി, അല്പം ദേഷ്യം കൂടും. നീ ക്ഷമിക്കണം. എത്ര മാത്രം ക്ഷമിക്കും? ദേഷ്യം കുറഞ്ഞതിന് ശേഷം അവൻ നിന്റെ അടുത്തേക്ക് വരും. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. ക്ഷമയാണ് ഒരു സ്ത്രീക്ക് ശ്രീരാമരക്ഷ. ആഫ്റ്റർ ഓൾ ഒരു സെക്യൂരിറ്റി എന്നെ അടിക്കുകയോ? ഫാമിലി മൊത്തം ഓഫീസിൽ കയറി പറ്റിയിട്ടുണ്ട്. അവസാനം ആനന്ദും വൈഷ്ണവിയും ഇപ്പൊ ആ അബിക്കും വസുവിനുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വീടില്ല ഞാൻ. ചേച്ചിയെ പരലോകത്തേക്ക് അയച്ചിട്ട് വസുവിനെ ജയിലിലേക്കും അയച്ച് ആ അബിക്ക് നല്ലൊരു 8ന്റെ പണി ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരും എനിക്കെതിരായിരുന്നാലും ആരെങ്കിലും ഒരാൾ എനിക്ക് സപ്പോർട്ട് ചെയ്താൽ മതി. തീർച്ചയായും ഞാൻ ജയിക്കും. ആ ഒരാൾ ആരായിരിക്കും? അത് ഞാനാ. എൻ രാജ നീയാ, നിനക്ക് റാണി ഞാനാ. ഈ കിളവി എന്തിനാ ഈ സമയത്ത് എന്നെ വിളിക്കുന്നേ? ഹലോ. ഹലോ രാജ, എന്താ ചെയ്യുന്നേ? വിഷം കുടിച്ചോണ്ടിരിക്കുക. അയ്യോ രാജ, വേണ്ട രാജ, അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. നിങ്ങൾ മേലോട്ട് പോയ എന്റെ അവസ്ഥ എന്താ? ഞാൻ പറയുന്ന കേൾക്ക് രാജ. വിഷത്തിന് പകരം വിസ്കി കുടിച്ചോളൂ. ഞാൻ അത് തന്നെയാ ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പോ വിസ്കി കുടിക്കാണോ രാജ? അതെ. അബിയോടും വസുവിനോടുള്ള ദേഷ്യം കൊണ്ട് കുടിക്കുക. കൂടുതൽ കുടിക്കരുതേ രാജ, കരള് പോകും. അവര് കാരണം എന്റെ ഒരു കാര്യവും നടക്കുന്നില്ല. അവസാനം നിങ്ങളും എന്നെ ചതിച്ചു.
ഞാൻ എന്ത് ചെയ്തു രാജ? നിങ്ങൾ ആ അബിയുടെ ഇളയമെന്നല്ലേ പറഞ്ഞത്? ആ അഖിൽ അബിയുടെ അനിയനാണെന്ന കാര്യം എന്നോടെന്താ നേരത്തെ പറയാത്തത്? അത് പിന്നെ രാജ, സത്യം പറഞ്ഞ അബി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പേടിച്ചാ പറയാഞ്ഞ്. അവർ പുറത്താക്കിയാൽ ഞാനില്ലേ? ഞാൻ ജീവനോടെ തന്നെ ഉണ്ടല്ലോ. അപ്പോ അബിയും വസു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും എന്റെ രാജ എന്റെ കഴുത്ത് താലി കെട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. സത്യമാണോ പറയുന്നേ രാജ? ഞാൻ സത്യമായിട്ട് പറയുക. മതി രാജ, എനിക്ക് ഈ ജന്മത്തിൽ ഈ വാക്ക് മതി. ഈ സമയത്ത് ഞാൻ അങ്ങയുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ തല എന്റെ മടിയിൽ വെച്ച് അങ്ങയുടെ നെറ്റിയിൽ ഞാൻ പെയിൻ ബാം പുരട്ടിയെന്നെ. ഇവരുടെ മടിയിൽ തലവെക്കുന്നതിനേക്കാളും അല്ല പുലിയുടെ വായിലും കൊണ്ട് തലവെക്കുന്നതാ നല്ലത്. അങ്ങയുടെ കാല് ഞാൻ എന്റെ മടിയിൽ വെച്ച് ആ കാല് തടവി വിട്ടേനെ. ഇപ്പോഴും സമയം അതിക്രമിച്ചിട്ടില്ല. അങ്ങ് എവിടെയുള്ളത്? അടുത്ത നിമിഷത്തിൽ ഞാൻ അവിടെ ഉണ്ടാകും. നിങ്ങളുടെ ദേഷ്യവും വേദനയും അപമാനവും കുറയുന്നത് പോലെ നിങ്ങളെ ഞാൻ സഹായിക്കാം. നിങ്ങൾ തൽക്കാലം ഇവിടെ വന്ന് എനിക്കൊരു സേവനവും ചെയ്യണ്ട. അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. പറയൂ രാജ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഈ നിമിഷം മുതൽ അബിയും വസു എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. അവരുടെ ഓരോ നീക്കവും എനിക്കറിയണം. ശരി രാജ, ഇവിടെ ഉറുമ്പ് കടിച്ചാ പോലും ഉടനെ അങ്ങയുടെ കാതിലെത്തിക്കാം. ഇവിടെ ഒന്ന് പറയണമെന്നില്ല, ഫോണിൽ പറഞ്ഞാൽ മതി. ശരി രാജ. ഗുഡ് നൈറ്റ്. രാജ, ചേച്ചിയെ കൊന്നിട്ട് വസുവിനെ ജയിലിലാക്കിയ ശേഷം ഈ കിളവി എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഹലോ, ആരാ? ഗുഡ് മോർണിംഗ് ചേച്ചി, ഞാൻ ആനന്ദ സംസാരിക്കുന്നത്. എന്താ വിളിച്ച ആനന്ദ്? ആനന്ദ് എന്താ വിളിച്ചേ? സോറി മാഡം, എന്താന്ന് അറിയില്ല, നിങ്ങളെ ചേച്ചി എന്ന് വിളിക്കാൻ തോന്നി. സോറി എന്തിനാ ആനന്ദ്? നീ എന്റെ അനിയൻ തന്നെയാ. ചേച്ചിന്ന് വിളിച്ചോ? താങ്ക്സ് ചേച്ചി. നീ ചേച്ചിന്ന് വിളിക്കുമ്പോ എന്ത് സന്തോഷം തോന്നുന്നുണ്ടെന്നറിയോ? എനിക്കും അതെ ചേച്ചി. ശരിക്കും നിങ്ങൾ എന്റെ ചേച്ചിയാ, ദൈവം അയച്ച സഹോദരി. പറയൂ ആനന്ദ്. ദാമോദർ എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന അയാളെ കൈയോടെ പിടിക്കാം. ഇപ്പൊ തന്നെ വരാം ആനന്ദ്. നീ ആ ലൊക്കേഷൻ സെൻഡ് ചെയ്തേക്ക്. ഓക്കെ ചേച്ചി. ഏട്ടാ, ആനന്ദ ഫോൺ ചെയ്തത് ദാമോദർ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു. എന്താ പറഞ്ഞത്? ശരിയാണോ? വാ വസുന്ധര, എത്ര പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. അബി, വസു, ഇത്ര നേരത്തെ രണ്ടുപേരും കൂടെ എങ്ങോട്ടാ? ഒരു അത്യാവശ്യ കാര്യത്തിന് ഞങ്ങൾ പുറത്തേക്ക് പോവാണ് ഏട്ടത്തി. കുട്ടികളൊന്ന് റെഡിയാക്കി സ്കൂളിലേക്ക് വിടാമോ? ശരി അബി, പ്രധാനപ്പെട്ട എന്തോ കാര്യമെന്നല്ലേ പറഞ്ഞേ, സൂക്ഷിച്ചു പോ. താങ്ക്സ് ചേച്ചി. ഇന്നത്തോടെ ഒരു പ്രശ്നം തീരാൻ പോവാ ചേച്ചി. തിരിച്ചു വരുമ്പോ ഞാൻ എല്ലാ വിവരങ്ങളും പറയാം. പോകേട്ടാ. ദാമോദർ എവിടെയാ ഉള്ളത്? ആ വീടിനുള്ളിലാ ഉള്ളത്. നീ അവനെ കണ്ടിരുന്നോ? ഇല്ല സാർ, കണ്ട ഒരാൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു. എന്നെ കണ്ടാൽ അയാൾ ഓടിക്കളയെന്ന് വിചാരിച്ചിട്ടാ നിങ്ങൾ വരുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തത്. ഇത്തവണ അവൻ രക്ഷപ്പെടാൻ പാടില്ല. വാ ഏട്ടാ.
വസുന്ധര താൻ അങ്ങോട്ട് ചെന്ന് നോക്ക്. അവനെ കണ്ടോ? വസുന്ധര താൻ കണ്ടായിരുന്നോ? ഇല്ല ആനന്ദ്, ഇവിടെ ആരും ഇല്ലല്ലോ. ദാമോദർ ഈ വീട്ടിലാ ഉള്ളതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കിട്ടിയത്. ആരോ നിനക്ക് റോങ് ഇൻഫർമേഷൻ തന്നതായിരിക്കും. റോങ് ഇൻഫർമേഷൻ അല്ല, റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ. കുറച്ചു നേരം മുമ്പ് വരെ ഈ വീട്ടിൽ ആരോ ഉണ്ടായിരുന്നു. പകുതി ഭക്ഷണം കഴിച്ച ആ പ്ലേറ്റ് കണ്ടില്ലേ? അപ്പോ അവനെ തേടി നമ്മൾ ഇവിടെ വരുമെന്ന ദാമോദറിന് ഇൻഫർമേഷൻ കിട്ടി അവൻ ഇവിടുന്ന് ഓടിപ്പോയതായിരിക്കോ? യെസ്, നിന്റെ ഗസിങ് നന്നായിട്ടുണ്ട് വസു. നിങ്ങളെപ്പറ്റി ദാമോദരന് ഇൻഫർമേഷൻ കൊടുത്തത് ഞാനാ. നമ്മൾ ചെയ്യുന്നതൊക്കെ ദാമോദർ എങ്ങനെയാ അറിയുന്നേ? ഞാൻ കാരണം ആനന്ദെ അറിഞ്ഞത്. നീ ഫോൺ ചെയ്ത് ദാമുവിന്റെ കാര്യം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് ആനന്ദ്. നിന്റെ മൂവ്മെന്റ്സ് പക്ക വാച്ച് ചെയ്ത് ദാമോദരനെ അറിയിക്കുന്നുണ്ട്. ഈ അബി CBIയിലോ CIDയിലോ ജോലി ചെയ്യേണ്ടവനാണ്. ഭാഗ്യമില്ലാത്തത് കൊണ്ട് സെക്യൂരിറ്റി ആയി. എന്നെ ആര് ഫോളോ ചെയ്യാനാ? ഞാനാണടാ നിന്നെ ഈ വലയിൽ വീഴ്ത്തിയത്. ഞാൻ തന്നെയാ. ആ വസുവിനെ ഇപ്പോ ആശിപ്പിച്ചത് ഞാനാ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ചേച്ചി, ദാമു വരുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്താലോ? ഇനി ദാമോദർ ഇങ്ങോട്ടേക്ക് വരില്ല. ഈ സമയം കൊണ്ട് തന്നെ അവൻ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. അധികം വൈകാതെ കോർട്ടിൽ ഹിയറിംഗിന് ഈ കേസ് വിളിക്കും. അതിനുള്ളിൽ തന്നെ ദാമോദറിനെ പിടിച്ചില്ലെങ്കിൽ എങ്ങനെയാ? എത്ര നാൾ അവനെ കൊണ്ട് ഒളിച്ചിരിക്കാൻ പറ്റും ആനന്ദ്? ഉറപ്പായിട്ട് അവൻ പുറത്തു വരും. എനിക്ക് വിശ്വാസമല്ല ചേച്ചി, നല്ല പേടിയുണ്ട്. ദാമോദർ പുണ്യം കിട്ടാൻ വേണ്ടി എന്തായാലും തീർത്ഥയാത്രയ്ക്കൊന്നും പോയിട്ടുണ്ടാവില്ല. ഫ്രോഡ് തരം കാണിച്ച് രക്ഷപ്പെട്ടിരിക്കുക. ഉറപ്പായും അവൻ ലോക്കാകും. വാ, നമുക്ക് പോവാം. വരൂ ആനന്ദ്. അവര് പോയി ദാമു. നിനക്കിനി റിലാക്സ് ആവാം. സാർ, ഞാൻ എത്ര നാളെ ഇങ്ങനെ ഒളിച്ചിരിക്കുക? ആ വസുവിനെ കോടതി ശിക്ഷിക്കുന്നത് വരെ. അതിനു മുമ്പ് അവർ എന്നെ കണ്ടെത്തിയാലോ? അവര് തെരഞ്ഞു കിടക്കുന്ന കണ്ടപ്പോ എന്നെ പിടിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നേ. അവരുടെ കയ്യിൽ നീ ചെന്ന് പെടാൻ ഒരു ചാൻസും ഇല്ല. ആ അബിയും വസുവിനെയും കണ്ടൊന്നും പേടിക്കണ്ട. ഇന്ന് തന്നെ വസുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാം. ഹലോ സാർ, നിങ്ങളുടെ ഡ്യൂട്ടി ആരംഭിച്ചോളൂ. എന്റെ ശത്രുവിനെ അല്പം ഭയപ്പെടുത്തിക്കൊള്ളൂ. വീട്ടിലേക്ക് പ്രസാദം അയച്ചോളാം. ഇപ്പൊ അഖില് നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. പോയി കോഫി കൊടുത്ത് അവനൊന്ന് കൂളാക്ക്. അഖിൽ എപ്പോ ഏത് മൂഡിലായിരിക്കും അറിയാൻ പറ്റില്ല ആന്റി. ദേഷ്യത്തിൽ വീണ്ടും എന്നെ തല്ലിയാലോ? അത് തടയാൻ അഭിയേട്ടനോ വസുവേട്ടത്തിയോ ഇവിടെ ഇല്ല. ഇപ്പൊ ഞാനുണ്ടല്ലോ. ഇന്നലെ നിങ്ങൾ തടഞ്ഞോ? ഇന്നെങ്ങനെ തടയും? അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവൻ നിന്നെ അടിക്കുന്നതിന് മുമ്പ് നീ സ്വയം ചെകിട്ടത്തങ്ങടിച്ചോ. എത്ര തവണ ചെകിടത്ത് അടിക്കണം? ഒരുപാട് തവണ ഒന്നും വേണ്ട, ഒരു 2 തവണ നീ ചെകിട്ടത്തടിച്ചോ. അഖിലിന്റെ മനസ്സൊരുക്കി അവൻ നിന്നോട് ക്ഷമിക്കും. ഉറപ്പായിട്ട് ക്ഷമിക്കുവോ? ആദ്യം നീ അങ്ങോട്ട് ചെല്ല്. ചെല്ല്. അഖിൽ, കോഫി കുടിക്ക്.
അഖിൽ കോഫി. വേണ്ട, എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? അതങ്ങനെയൊന്നും മാറില്ല. എത്ര ദിവസം എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കും? നിന്റെ ഈഗോയും അഹങ്കാരവും കൊഴുപ്പും ഒക്കെ മാറുന്ന അന്ന് വരെ ഉണ്ടാവും. അതൊക്കെ എപ്പോഴും എന്നെ വിട്ടു പോയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ സോറി പറയുമായിരുന്നോ? നിന്റെ അഭിനയൊന്നും എന്നോട് എടുക്കണ്ട. സത്യമായിട്ട് ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട്. ഞാനാ തെറ്റുകാരി. സോറി. വേണമെങ്കിൽ സ്വയം ഞാൻ ചെകിടത്തടിച്ച് കാണിക്കാം. ഈ ചെറുക്കനെന്താ അവളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നേ? ഇനിയൊരു 10 മിനിറ്റ് ഈ ചെകിട്ടത്തടി കണ്ടിന്യൂ ചെയ്താ അവളുടെ കവിള് പപ്പടം പോലെ പൊള്ളി വരും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശരി, മതി, നിർത്ത. ഈശ്വരാ, എനിക്ക് മാപ്പ് തരില്ല അഖിൽ. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ ചെകിടത്തടിച്ചതിനെ കുറിച്ചാണോ പറഞ്ഞേ? ഒരിക്കലും അല്ല. എന്നെ ഇനി അപമാനിക്കരുതെന്ന്. എന്റെ ഏട്ടനെയും എടുത്തേയും ആവശ്യമില്ലാതെ ഓരോന്ന് പറയാനും നിൽക്കരുത്. ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ ആവർത്തിച്ചാ ലൈഫിൽ ഒരിക്കലും നീ എന്നെ കാണില്ല. അഖിൽ, കോഫി. അത് തണുത്തുപോയി. നീ തന്നെ അങ്ങ് കുടിച്ചാ മതി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടന്നില്ലേ? എന്റെ മുഖത്താ നടന്നത്. നിങ്ങൾ 2 പ്രാവശ്യം ചെകിടത്തടിക്കാൻ പറഞ്ഞ് ഞാൻ 100 തവണ അടിച്ചതിന് ശേഷമാ അഖിൽ എന്നോട് മിണ്ടിയത്. എങ്ങനെയായാലും അവൻ നിന്നോട് ക്ഷമിച്ചല്ലോ. ഇനിയെങ്കിലും മാനേജർ എന്നുള്ള അഹങ്കാരം വെടിഞ്ഞിട്ട് ഇത്തിരി വിനയത്തോടെ നടക്കാൻ നോക്ക്. ബസ് മാനേജർ ആയിരുന്നപ്പോ അബിയോട് എങ്ങനെ പെരുമാറിയേ അതുപോലെ നീയും പെരുമാറ്. എനിക്കൊരു സംശയമുണ്ട് ആന്റി. മാനേജർ പോസ്റ്റിന് ആന്റി ആഗ്രഹിച്ചതല്ലേ? അഖിൽ എന്നെ തല്ലിയതിന് നിങ്ങൾ എന്തിനാ ഫീൽ ചെയ്യുന്നേ? സന്തോഷിക്കല്ലേ വേണ്ടത്? സത്യം പറഞ്ഞാ ഞാനും സന്തോഷിക്കേണ്ടതാ. പക്ഷേ നീ സങ്കടപ്പെട്ട എനിക്കത് താങ്ങാൻ പറ്റില്ല. സത്യം പറയാ ആന്റി. അബിയും വസുവും വഴക്ക് കൂടിയാ എനിക്ക് സന്തോഷമുള്ള കാര്യ. ഇത് കോമഡി പീസ്. നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടിയാ എനിക്ക് എന്താ കിട്ടുക? ഞങ്ങള് കോമഡി പീസാണോ നിങ്ങൾക്ക്? അങ്ങനെയല്ല. അഖിൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു ചെറുമോന. നീ അവന് ഇഷ്ടപ്പെട്ടൊരു ഭാര്യ. നിങ്ങൾ രണ്ടുപേരും ഐക്യത്തോടെ ഇരിക്കണം. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്നാ എന്റെ 2ാം കല്യാണവും നടക്കും. അതാ എന്റെ പ്രയാസം. ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴും നിങ്ങൾക്ക് സ്വാർത്ഥതയുണ്ടല്ലേ? സത്യം പറഞ്ഞ നിങ്ങൾ പെൺ ശകുനിയാണ്. നിനക്ക് ദാമോദരനും ഏതെങ്കിലും കോമൺ ഫ്രണ്ട്സ് ഉണ്ടോ? കോമൺ ഫ്രണ്ട്സോ? ചെറിയച്ഛനുണ്ടല്ലോ. പക്ഷെ ചെറിയച്ഛനെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ട, അത് വലിയ പ്രശ്നമോ? ആരുമില്ല സാർ. നല്ലതുപോലെ ആലോചിക്കാനത്. കോമൺ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവര് വഴി നമുക്ക് ദാമോദരനെ കണ്ടുപിടിക്കാൻ പറ്റൂ. ആരുമില്ല ചേച്ചി. അതുപോട്ടെ, ദാമോദരനെ എങ്ങനെയാ പരിചയം? ഒരു തവണ പബ്ബിൽ വെച്ചാ കണ്ടത്. ബിസിനസ് കാര്യങ്ങളും ഫൈനാൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് അന്നൊരു കാർഡ് തന്നായിരുന്നു. അപ്പോ നിനക്ക് കാശ് തന്ന ഫൈനാൻസിയറെ ദാമോദരന് അറിയാവുന്ന ആളായിരുന്നോ? ഇല്ല ചേച്ചി, അത് ഞാൻ ഓൾറെഡി ചോദിച്ചായിരുന്നു. ദാമോദരന് വലിയ പരിചയമില്ലെന്ന് അയാൾ പറഞ്ഞത്. വലിയ പരിചയമില്ലാത്ത ആളാണെങ്കിൽ ദാമോദരന്റെ വാക്കും വിശ്വസിച്ച് നിനക്ക് 50 ലക്ഷം രൂപ ഫിനാൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഫൈനാൻസർ കള്ളം പറയാ. എന്നാലും പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് നോക്കിയിട്ടല്ലേ ഫൈനാൻസിയർ പണം തരൂ. വെറുതെ അങ്ങ് തരില്ലല്ലോ. ദാമോദറുമായി വലിയ പരിചയം ഉണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല ആനന്ദ്. ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിലും വിശ്വാസത്തിന്റെ പുറത്ത് ആരായിരുന്നാലും കടം കൊടുക്കും ആനന്ദ്.
ഡോക്യുമെന്റ്സ് മാത്രം കാണിച്ചെന്ന് വിചാരിച്ച് ആരും കടം കൊടുക്കില്ല ആനന്ദ്. അപ്പോ ദാമോദരൻ ഫൈനാൻഷ്യർ ഒരുമിച്ച് ചേർന്നാണോ ഈ ഫ്രോഡ് നടത്തിയത്? എക്സാക്ട്ലി. അവർ രണ്ടുപേരെ കൂടാതെ മൂന്നാമതൊരാളുണ്ട്. ആനന്ദ്, നിനക്ക് ആ വ്യക്തിയെ നന്നായിട്ട് അറിയായിരിക്കും. ആനന്ദേ, ഒന്ന് നന്നായിട്ട് ചിന്തിച്ചു നോക്ക്. ഈ ഡീലില് വേറെ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ? അഖിലിനും ചെറിയച്ഛനും മാത്രമേ ഈ ഡീലിനെ പറ്റി അറിയൂ. അഖിലിന്റെ ഭാഗത്ത് തെറ്റില്ല, ചെറിയച്ഛന്റെ ഭാഗത്തും തെറ്റില്ല. വേറെ ആരായിരിക്കും ഇനി? ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നോ? ഞങ്ങൾ എന്തിനു അന്വേഷിക്കണം സാർ? നിങ്ങളുടെ ജാമ്യത്തിന്റെ കാലാവധി കഴിഞ്ഞു. സ്റ്റേഷനിലേക്ക് വരണം. വാട്ട്? അതെങ്ങനെ ഇത്ര പെട്ടെന്ന് കാലാവധി കഴിഞ്ഞത്? ഇനി ഒരു ദിവസം കൂടെ ഇല്ലേ? ഇവർക്ക് കിട്ടിയത് റെഗുലർ ആയിട്ടുള്ള ജാമ്യമല്ല, സ്റ്റേഷൻ ജാമ്യം. അത് എപ്പോ വേണമെങ്കിലും ക്യാൻസൽ ആകാം. ഇപ്പോ എന്റെ ജാമ്യം എന്തിനാ ക്യാൻസൽ ചെയ്തത്? നാളെ നിങ്ങളുടെ കേസ് കോർട്ടിൽ ഹിയറിംഗിന് വരികയാണ്. ഇന്ന് നിങ്ങൾ സറണ്ടർ ആകണം. സാർ, നാളെ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോടതിയിൽ വന്നാൽ പോരെ? അത് പറ്റില്ല. ഇവരെ ഞങ്ങളാണ് കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ സ്റ്റേഷനിലേക്ക് വന്നാ പോരെ? അപ്പൊ സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാലോ. ഞങ്ങളുടെ റൂൾസ് അതിന് അനുവദിക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വരണം. ലേഡീസിനെ രാത്രി കസ്റ്റഡിയിൽ വയ്ക്കാൻ പാടില്ലെന്നുള്ള റൂളുണ്ടല്ലോ, അതെങ്കിലും നിങ്ങൾക്കൊന്ന് പാലിച്ചൂടെ? ആ റൂൾസ് ഒക്കെ ഞങ്ങൾക്കറിയാം. ചില സ്പെഷ്യൽ കേസുകളിൽ ലേഡീസിനെ കസ്റ്റഡിയിൽ സ്റ്റേഷനിൽ വെക്കാറുണ്ട്. അവരെ ലേഡീസ് കോൺസ്റ്റബിൾസ് ആണ് സംരക്ഷിക്കാറ്. അതുകൊണ്ടാണ് അവരും എന്റെ കൂടെ വന്നിരിക്കുന്നത്. ഇതെങ്ങനെ സ്പെഷ്യൽ കേസാവും? ഇതൊരു നോർമൽ ചീറ്റിംഗ് കേസാണ്. 10,000 രൂപയാണെങ്കിൽ നോർമൽ കേസാണ് മാഡം. ഇത് 50 ലക്ഷമാണ്. നിങ്ങൾ കാരണം ഒരു ബിസിനസ് വുമൻ ICUവിലാണ്. ഇത് സ്പെഷ്യൽ കേസായിട്ടേ വരൂ. ICUവിൽ കിടക്കുന്നത് എന്റെ അമ്മയാണ് സാർ. ആക്ച്വലി ഈ കേസിനും വസു മാഡത്തിനും ഒരു ബന്ധവുമില്ല. ഫ്രോഡ് ചെയ്തത് ഞാൻ. ആനന്ദ്, വേണ്ട, വരൂ സാർ. പ്ലീസ് ചേച്ചി, ഇനിയെങ്കിലും ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതിയിൽ വന്ന് പറഞ്ഞാൽ മതി. വരൂ. പോയിട്ട് വരാം ഏട്ടാ. വസുന്ധര, തനിക്കൊന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ട് പോയിട്ടോ. ഏട്ടൻ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? പോയിട്ട് വരാം. വാ വണ്ടിക്കാര്. ഇതെല്ലാം ഞാൻ കാരണമല്ലേ സാർ? ഞാൻ കാരണം പാവം വസു ചേച്ചി. അവൾക്കൊന്നും സംഭവിക്കില്ല. ഒരുപക്ഷെ ദാമോദരനെ കിട്ടിയില്ലെങ്കിലോ ചേച്ചിക്ക് നാളെ ശിക്ഷ ലഭിക്കില്ലേ സാർ? ദാമോദരനെ ഉറപ്പായും കിട്ടും. നീ ധൈര്യമായിട്ടിരിക്കും. ഇപ്പൊ വീട്ടിലേക്ക് ചെല്ല. ദാമോദരനെ കിട്ടിയില്ലെങ്കിൽ നാളെ ഞാൻ കോർട്ടിൽ സറണ്ടർ ആവും സാർ. ഞാൻ ചെയ്ത കുറ്റത്തിന് ചേച്ചി ജയിലിൽ പോവില്ല. ആനന്ദ്, ആനന്ദ്, ഏയ് ആനന്ദ്, ആനന്ദ്. വസുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. നാളെ കോടതിയിൽ കൊണ്ടുപോകും. അവിടുന്ന് നേരെ ജയിലിലേക്കും. നീ ഇനിയെങ്കിലും ഒന്ന് റിലാക്സ് ആവ്. സാറ് ജീനിയസ് തന്നെയാ. എപ്പോ എന്തൊക്കെ ചെയ്യണമെന്ന് സാറിന് നന്നായി അറിയാം. വസുവിന് ശിക്ഷ കിട്ടുന്നത് വരെ നീ പുറത്തേക്കൊന്നും ഇറങ്ങരുത്. അവൾ അകത്തായ ഉടനെ നിനക്ക് സ്വതന്ത്രമാവാം. ശരി സാർ, മറ്റന്നാൾ വരെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല. താങ്ക് യു സാർ. അതെ വസുന്ധരെ, നാളെ നിന്റെ ചാപ്റ്റർ ക്ലോസ്.